ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം, മത്തായി 16:28. മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അവസാനിപ്പിക്കുന്നത് ഒരു യുഗാന്ത്യ പ്രത്യാശ പങ്കുവെച്ചുകൊണ്ടാണ്. കർത്താവ് ഇവിടെ പറഞ്ഞത്, അവൻ്റെ സന്നിധിയിൽ നിൽക്കുന്നവരിൽ ചിലർ തൻ്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കയില്ല എന്നുള്ളതാണ്. കർത്താവിൻ്റെ രൂപാന്തരം ഭൂമിയിൽ സ്ഥാപിക്കാനിരിക്കുന്ന രാജ്യത്തിൻ്റെ ഒരു സാദൃശ്യമാണ്. ആ രംഗത്തുണ്ടായിരുന്ന പത്രോസ് പറയുന്നത്, യേശുക്രിസ്തുവിൻ്റെ മഹിമ കണ്ട സാക്ഷികളായിട്ട് എന്ന തരത്തിലാണ്. മനുഷ്യപുത്രൻ്റെ രാജ്യത്തെക്കുറിച്ച് ദാനിയേൽ പറഞ്ഞിരിക്കുന്നത്, ദാനിയേലിൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ 13-14 വാക്യങ്ങളിൽ, ഇപ്പോൾ അവൻ പിതാവിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു, ആർക്കും അവൻ്റെ കൂട്ട് ഓഹരിക്കാരനാകാൻ സാധ്യമല്ല. എന്നാൽ അവൻ തൻ്റെ രാജ്യം സ്ഥാപിക്കുമ്പോൾ അവൻ തൻ്റെ സ്വന്തം സിംഹാസനത്തിലിരിക്കും. അവനുള്ളവർ അവനോടുകൂടെ ഓഹരിക്കാരായിട്ടിരിക്കുകയും ചെയ്യും. ഇവിടെയുള്ളൊരു പദപ്രയോഗം, മരണം ആസ്വദിക്കയില്ല. മരണം കാണുന്നതും ആസ്വദിക്കുന്നതും തമ്മിൽ അന്തരമുണ്ട്. ഒരു വിശ്വാസി മരണം ആസ്വദിച്ചേക്കാമെങ്കിലും മരണം കാണുകയില്ല. മറ്റു വിധത്തിൽ പറഞ്ഞാൽ അവൻ മരിച്ചേക്കാം. അവനെ സംബന്ധിച്ചിടത്തോളം മരണത്തിൻ്റെ ഭീകരത നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മേലാൽ ഭീകരതയുടെ രാജാവായി മരണം അവനോട് ഇടപെടുകയില്ല. അവർ മരിക്കുന്നത് ലാഭമാണ്. ഇവിടെ നിന്നും വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുക എന്ന വലിയ ആകാംക്ഷയും വലിയ ആഗ്രഹവും അങ്ങനെയുള്ളവരുടെ ഉള്ളിലുണ്ട്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൽ, മരണത്തിൻ്റെ വിഷമുള്ള പാപം, ക്രിസ്തുവിൻ്റെ മരണത്താൽ പാപം ശിക്ഷ വിധിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ വിശ്വാസി മരിച്ചാലും കർത്താവ് വരുമ്പോൾ അവൻ ഉയിർത്തെഴുന്നേൽക്കും. അപ്പോൾ ഈ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? അവന് രണ്ടാം മരണമില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുൻപേ മരണം കാണുകയില്ല എന്ന് ശിമയോന് അരുളപ്പാടുണ്ടായതുപോലെ ഭൂമിയിലുള്ള ഒരു പങ്ക് ആളുകൾ കർത്താവായ ക്രിസ്തു രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണപ്പെടുകയില്ല. ഇതിനേതാനും ദിവസങ്ങൾക്ക് ശേഷം അവൻ്റെ തേജസ്സിൻ്റെ ഒരംശം മറുരൂപമലയിൽ വെച്ച് കർത്താവ് പ്രദർശിപ്പിച്ച് കാണിച്ചു. കർത്താവിൻ്റെ വാക്ക് ശ്രദ്ധിക്കുമ്പോൾ മഹത്വത്തിൻ്റെ ആ ദിവസങ്ങൾ കാണാൻ ചിലർ ശേഷിച്ചിരിക്കും എന്നതാണ് അർത്ഥം. ആരെല്ലാം എന്ന് കർത്താവ് വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ മരണത്തെക്കുറിച്ചുള്ള ചിന്ത വിട്ടുകളയുമായിരുന്നു. അപ്പോൾ ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ അന്ത്യവും ഭൗമികമായ അന്ത്യവും മറ്റുള്ളവരുടെ അന്ത്യവും തമ്മിലുള്ള ഒരു വ്യത്യാസം കർത്താവിൻ്റെ വാക്കുകളിലുണ്ട്. മരണത്തെ ആസ്വദിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ അനുഭവമാണ്. എങ്ങനെയാണ് അതിനെ ആസ്വദിക്കാൻ കഴിയുക? അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഉള്ളിൽ ഭയമാണ്. അപ്പോൾ അതിനെ ആസ്വദിക്കുന്നത് എങ്ങനെയാണ്? അതിനെ ഇഷ്ടപ്പെടുക, അതിനെ രുചിക്കുക. ക്രിസ്തുവിനോടുകൂടെയുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ആകാംക്ഷയും ആഗ്രഹവുമാണ് ഈ ആസ്വാദനത്തിൻ്റെ പിൻപിലുള്ളത്. അതൊരാസ്വാദനമാക്കി മാറ്റാൻ ഈ ഭൂമിയിൽ പ്രത്യാശയുള്ളവരായി നമുക്ക് ജീവിക്കാൻ സാധിക്കണം.
കർത്താവ് അതിന് നമ്മളെ ഒരുക്കും. ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട കർത്താവെ, പുതിയ ദിനത്തിൻ്റെ പ്രഭാതം ഞങ്ങൾക്ക് ദാനമായി നൽകിയല്ലോ. നന്ദിയോടെ സ്തോത്രം. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമായ ബലവും ഊർജവും ഒക്കെ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ തളർന്നു പോകാതിരിക്കാനുള്ള കൃപ നൽകണമേ. ക്ഷീണിച്ചു പോകാതെ അവിടുന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളെ തിരുമുൻപാകെ അർപ്പിക്കുന്നു. വഴികളെ ഒരുക്കണമേ. എല്ലാവർക്കും അനുഗ്രഹീതമായ സന്തോഷമുള്ള ഒരു പകൽക്കാലം അവിടുന്ന് നൽകണമേ. യേശുമശിഹയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും കാവലും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.